ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു വരില്ലെന്നറിഞ്ഞ സങ്കടത്തിൽ നിൽക്കുകയാണ് അർച്ചനയും മുകുന്ദനും അനന്തനും. അനന്തൻ എന്നിട്ട് വീണ്ടും ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അനന്തൻ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ അവര് വരില്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, പോവുകയല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ, അവര് വരില്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഓഫീസിലേക്കല്ലേ, നിങ്ങൾ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയുടെ സങ്കടം കണ്ട് അവരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ സങ്കടത്തോടെ ഒന്നുകൂടി അമ്പലത്തിലേക്ക് നോക്കി തൊഴുതുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അതിനുശേഷം ചിന്നുവിന്റെ ഫോൺ തിരികെ രുക്കു കൊടുക്കുകയാണ്. ചിന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആപ്പ് എടുത്തോ ആന്റി എന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ആ എടുത്തു, ഞാൻ ഉദ്ദേശിച്ച കാര്യം പക്ഷേ നടന്നില്ലെന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അനന്തിനെ വിളിക്കാനായി നിൽക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി എന്തിനാണ് വിളിക്കുന്നത്, നമ്മള് ക്ഷേത്രത്തിനടുത്ത് എത്താറായില്ലേ എന്ന് പറയാണ്. അങ്ങനെ അവര് അമ്പലത്തിനുള്ളിലേക്ക് പോയി അർച്ചനയെയും മുകുന്ദനെയും അനന്തിനെയും നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, അവരിവിടെ കാണുന്നില്ലല്ലോ കുഞ്ഞമ്മാവ എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, അവരിവിടെ കാത്തു നിൽക്കുമെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുകയാണ്. രുക്കുവും ചന്ദ്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അവരെവിടെയെന്ന് ചിന്നുവിനോട് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരുമോ ചിന്നു? എനിക്ക് തോന്നുന്നത് അവര് വന്നിട്ടുണ്ടാവില്ല, വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണേണ്ടതല്ലേ എന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, അവരിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണെന്ന്. അച്ചു അപ്പൊ ദേഷ്യത്തോടെ എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, കുഞ്ഞമ്മാവെന്ന് ക്ഷമിക്കേ, ഞാൻ അവരെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അവരെ വിളിക്കുന്നുണ്ട്. എന്നാൽ വിളിച്ചു കിട്ടുന്നില്ല. രുക്കു അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് നിനക്കിനി ആരെയും കിട്ടില്ലടി എന്ന്. ചിന്നുന്നിട്ട് പറയുന്നുണ്ട്, കോള് കിട്ടുന്നില്ല, കുഞ്ഞമ്മാവിന്റെ ഫോണിൽ നിന്നൊന്ന് വിളിക്കൂ എന്ന് ചോദിക്കുമ്പോ അച്ചു ഫോൺ എടുത്ത് വിളിക്കാനായി പോകുമ്പോഴേക്കും രുക്കു അത് തടയുന്നുണ്ട്. അച്ചു, നീ വിളിക്കൊന്നും വേണ്ട, നീ എന്തിനാണ് വെറുതെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്, അവരിവിടെ വന്ന് നിൽക്കാമെന്ന് അവര് തന്നെയല്ലേ പറഞ്ഞത്, ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചാൽ അത് അവരുടെ ആവശ്യം പോലെ ആവുമെന്ന് രുക്കു പറയുമ്പോ ചന്ദ്രയും പറയുന്നുണ്ട്, അത് ശരിയാണ്, നിന്നെ കാണണമെന്ന് അവരല്ലേ ആവശ്യപ്പെട്ടത്, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ടിപ്പോ അവരെന്താണ് ചെയ്തത് എന്നെല്ലാം ചന്ദ്ര പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഇല്ല ചെറിയമ്മേ, അവരൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്നിട്ടെന്താ നമ്മൾ വന്നപ്പോ അവരെ ഇവിടെ കാണാത്തത്, നിങ്ങളാരും എന്താണ് ഇവിടെ വരാത്തതെന്ന് അച്ചു അവരെ വിളിച്ചു ചോദിക്കണോ, അത് വല്ലാത്തൊരു നാണക്കേടാണ് എന്നങ്ങനെ രുക്കു പറയുമ്പോ ചിന്നു അച്ചുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവന് അവരെ അറിയാലോ, അവരങ്ങനെ ഒന്നും ചെയ്യില്ല, അമ്മ എന്നോട് പറഞ്ഞതാണ് അവര് വരുമെന്ന് എന്നങ്ങനെ ചിന്നു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചന വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മുകുന്ദനും അനന്തനും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അല്ലെങ്കിലും മുകുന്ദേട്ടനെ എന്നെ ഫേസ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് അവര് വരുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അത് മാത്രമല്ല, ഇന്നലെ അവരെ കണ്ടിട്ട് നമ്മളെ മെയിൻ ചെയ്യാതെ പോയില്ലേ, അതിന്റെ ഒരു ദേഷ്യം നമ്മളോട് അവർക്ക് ഉണ്ടാവുമെന്ന് രുക്കു അങ്ങനെ പറയാണ്. ചന്ദ്ര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നമ്മളെ വിളിച്ചു വരുത്തി അവര് നമ്മളെ കളിയാക്കിയതാണോ, വേണമെങ്കിൽ കുറച്ചു നേരം കൂടി നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, പക്ഷേ ഫിറ്റ്നസ് സെന്ററിലേക്ക് പോകുന്നത് മുടക്കാൻ കഴിയില്ല, കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തണം എന്ന് ചന്ദ്ര പറയുമ്പോ ചിന്നു അച്ചുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ, നമുക്ക് കുറച്ചു നേരം കൂടി അവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അച്ചു അപ്പൊ ചിന്നുവിനോട് ദേഷ്യപ്പെടുകയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്നെ ഇവളെ ഫേസ് ചെയ്യാൻ അവർക്ക് മടിയാണ്, പിന്നെ എന്തിനാണ് നീ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്, ഇനിയിപ്പോ അവർക്ക് വേണ്ടി ഇവിടെ കാത്തുനിന്ന് സമയം കളയണ്ട, നമുക്ക് കോച്ചിങ് സെന്ററിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അച്ചു അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ്. ചിന്നു ആണെങ്കിൽ കുഞ്ഞമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് അച്ചുവിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ചന്ദ്രയും രുക്കു ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, അവളുടെ ഒരു കുഞ്ഞമ്മാവൻ ഇപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയില്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, നടത്തിയെടുത്തു എന്ന് പറ എന്ന്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തന്നെയാണ് രുക്കു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ചിന്നുവിനെ ചന്ദ്രകാന്തത്തിൽ നിന്ന് പാക്കപ്പ് ചെയ്യണം, അതാണ് ഇനി നമ്മുടെ അടുത്ത നീക്കമെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അതിനുശേഷം JK കാണിക്കുന്നുണ്ട്. JK ആണെങ്കിൽ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു ഓട്ടോയും നിർത്തുന്നില്ല. ഇനിയിപ്പോ എന്തായാലും ഒരു ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞ് JK ഫോൺ എടുത്ത് ടാക്സി വിളിക്കാനായി നിൽക്കുമ്പോ അതുവഴി അർച്ചന വരികയാണ്. അർച്ചന അവിടെ നിൽക്കുന്ന JK കാണുന്നുണ്ട്. അർച്ചന എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് അയാളാണല്ലോ, രാവിലെ തന്നെ കുടിച്ച് ഫിറ്റാണല്ലോ, ഇവിടെ അടുത്ത് എല്ലാവരും കുടിയന്മാരാണല്ലോ,
എന്തായാലും ഇയാളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഇന്ന് തന്നെ പിടികൂടണം എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന ജെകെയുടെ അടുത്തേക്ക് വണ്ടി നിർത്തുകയാണ്. ജെകെ ആണെങ്കിൽ ടാക്സിയോ ഓട്ടോയോ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നടക്കാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് അർച്ചന വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. അർച്ചന ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് തന്നെ ജെകെക്ക് അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ ജെകെ അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുറെ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നത്, എന്തേ വണ്ടിയൊന്നും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ജെകെ അപ്പൊ പറയുന്നുണ്ട്, ഒരുത്തിനെങ്കിലും വണ്ടി നിർത്തണ്ടേ, കള്ളുകുടിയന്മാരെ കയറ്റാൻ അവന്മാർക്ക് മടിയാണെന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോ ജെകെ പറയുന്നുണ്ട്, എനിക്ക് ബുക്ക് സ്റ്റാളിലേക്കാണ് പോവേണ്ടതെന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് അതുവഴിയാണ്, കേറിക്കോളൂ എന്ന് പറയുമ്പോ ജെകെ പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ട്, അത് വേണോ എന്ന് ചോദിക്കുമ്പോ അർച്ചന, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ കേറിക്കോളൂ എന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലേ ജെകെയെ വണ്ടിയിൽ കയറ്റിയാണ്. വണ്ടിയിൽ കയറിയതിനു ശേഷം അർച്ചന കുറച്ച് അപ്പുറത്ത് പോയി വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ജെകെയോട് ഇറങ്ങാനായി പറയാണ്. ജെകെ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെയല്ല ഇറങ്ങേണ്ടത്, നിങ്ങളല്ലേ ബുക്ക് സ്റ്റാളിലെ ഇറക്കാമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, താൻ ഇറങ്ങ്, തന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ ജെകെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അർച്ചനയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളല്ലേ എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞത്, എന്നിട്ടിപ്പോ പാതി വഴിയിൽ ഇറക്കി വിട്ടിരിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അർച്ചന തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണ്, നാട് എവിടെയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ജെകെ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കിതൊന്നും പറയാൻ മനസ്സില്ലെന്ന്. അർച്ചന ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞേ മതിയാവൂ, നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം എന്ന് അർച്ചന ചോദിക്കുമ്പോ ജെകെ ചോദിക്കുന്നുണ്ട്, എന്നോട് ഇതെല്ലാം ചോദിക്കാൻ നീ ആരാണെന്ന്. അർച്ചന ഇപ്പോ വണ്ടി ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഹെൽമെറ്റ് അഴിക്കുകയാണ്. അർച്ചന അങ്ങനെ കാണുന്നതും ജെകെ ആകെ ഷോക്കാവുന്നുണ്ട്. ജെകെ അപ്പൊ തന്നെ കരിമലക്കുടയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഓ, ഇത് നീയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഓ അപ്പൊ നിങ്ങൾ എന്നെ മറന്നിട്ടില്ലാലേ, അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ എന്നെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പോ മദ്യം തലയ്ക്ക് പിടിച്ച സമയത്ത് പോലും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം, എന്നിട്ട് നിങ്ങൾ പോയാൽ മതി. കരിമലക്കുടയിലെ ടെന്റിൽ ഞാൻ ബോധം കെട്ട് കിടന്ന സമയത്ത് നിങ്ങൾ എന്റെ ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിരുന്നോ, ഞാൻ അറിയാതെ എന്റെ ഫോട്ടോസ് നിങ്ങൾ എടുത്തോ എന്ന് അർച്ചന ചോദിക്കുമ്പോ ജെകെ ചിരിക്കുകയാണ്. അർച്ചന അത് കണ്ട് ദേഷ്യം വന്ന്, നിങ്ങളൊന്ന് ചിരി നിർത്ത്, നിങ്ങൾ കാരണം എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അന്ന് കരിമലക്കുടിയിൽ കണ്ടതിനു ശേഷം പിന്നെയും നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാണ്, അന്നൊരു രാത്രി എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യേണ്ടി വന്നു, അതൊരു സത്യമാണ്, അതെനിക്ക് മറക്കാനും കഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും, കരിമലക്കുടിയിൽ അങ്ങനെയെല്ലാം സംഭവിച്ചു, അതെല്ലാം ഞാൻ അവിടെ വെച്ച് മറന്ന കാര്യമാണ്, നിങ്ങളും അത് മറന്നേക്ക്, അതിന്റെ പേരിൽ ഇനിയും എന്റെ പിന്നാലെ നിങ്ങൾ വരാൻ പാടില്ല, വന്നാൽ ഞാൻ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് അർച്ചന പറയുമ്പോ വീണ്ടും ജെകെ നിന്ന് ചിരിക്കുകയാണ്. ജെകെ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്ന ജീവശ്വാസം കൊണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് തന്ന ഓക്സിജൻ കാരണം കൊണ്ടാണ് നിങ്ങളിപ്പോ എന്നോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, കരിമലക്കുടിയിൽ വെച്ച് നടന്നതെല്ലാം നിങ്ങൾ മറന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, ആ ഓർമ്മകളൊന്നും നിങ്ങളെ വിട്ടു പോയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് എന്ന് ജെകെ പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. ജെകെ ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് ഭവതിക്ക് പറഞ്ഞു തരാം, ഒരു തെണ്ടിയാണ് ഞാൻ, ഒരു ഊരി തെണ്ടി, എല്ലാ സഹായത്തിനും നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ജെകെ അവിടെ നിന്ന് പോവുകയാണ്. അർച്ചന അപ്പൊ തന്നെ ജെകെയുടെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, എനിക്ക് ശല്യം ഉണ്ടാക്കാനാണോ നിങ്ങൾ ഈ നാട്ടിൽ കറങ്ങി നടക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയണം, പേര് പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയുമ്പോ ജെകെക്ക് ദേഷ്യം വരികയാണ്. ജെകെ എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കയ്യിലാണ് ഞാനിങ്ങനെ കയറി പിടിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, നിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ നിമിഷം അവന്റെ ചെകിടത്ത് ഞാൻ അടിച്ചേനെ, മര്യാദയ്ക്ക് എന്റെ കൈവിട്, എന്നെ ശരിക്കും നിനക്കറിയില്ല, എന്റെ വഴി വേറെയാണ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ജെകെ അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഓഫീസിലെത്തിയതും അർച്ചന ജെകെയെ കണ്ട കാര്യം ദീപ്തിയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ദീപ്തി ചോദിക്കുന്നുണ്ട്, നീ അയാളെ വീണ്ടും കണ്ടോ, ആ കുടിയനെ എന്തിനാണ് നീ സ്കൂട്ടറിന് പിന്നാലെ കയറ്റി കൊണ്ടുപോയത്, അതിന് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, കരിമലക്കൊടിയിൽ വെച്ച് ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്ക് അയാളെ ഞാൻ കണ്ടതല്ലേ, അതുകൊണ്ട് അത്ര പേടിയൊന്നും എനിക്ക് ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിന് അയാളെ പേടിക്കണം, എപ്പോഴെങ്കിലും അയാളെ കൈയോടെ പിടികൂടണമെന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അയാൾ ആരാണ് എന്താണെന്നൊക്കെ എനിക്കറിയണമായിരുന്നു, അതിനുവേണ്ടിയാണ് അയാളെ ഞാൻ പിടിച്ചതെന്ന് പറയുമ്പോ ദീപ്തി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ അയാളെ കുറിച്ച് അറിഞ്ഞോ എന്ന്. അർച്ചന പറയുന്നുണ്ട്, ഒരു ഊരുതെണ്ടിയാണെന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് എന്നങ്ങനെ അർച്ചന
പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അയാളുടെ കേസ് വിട്ടേക്ക്, വീട്ടിലിങ്ങനെ കുടിയനായതുകൊണ്ട് അടിച്ചിറക്കിയതാവും, അയാളന്ന് ഇവിടെ വന്നപ്പോ തന്നെ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായതാണ്, എന്തായാലും അയാളെ നിനക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരാമായിരുന്നു, ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ കോടതിയിൽ പോയി പറയുമായിരുന്നു, അത് നമുക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നൊക്കെ ദീപ്തി അങ്ങനെ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട് വിജയ് ശങ്കർ 2 കുപ്പി വാങ്ങിച്ചു കൊടുത്താൽ അയാൾ അപ്പുറത്തേക്ക് ചാടുമെന്ന് അർച്ചന പറയാണ്. ദീപ്തി അപ്പൊ വീണ്ടും പറയുന്നുണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ, മുകുന്ദന്റെ കേസുമായി അയാളോടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് അയാൾ ഇനി നമ്മളോട് സഹകരിക്കുമെന്ന് തോന്നുന്നില്ല, ആള് ശരിയല്ല, വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആവും, അയാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം എന്നങ്ങനെ അർച്ചന ദീപ്തിയോട് പറയാണ്. അതിനുശേഷം ആര്യയും ആര്യയുടെ ഫ്രണ്ട്സും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിന്നുവിനെ കുറിച്ച് ആര്യ അവരോട് അങ്ങനെ പറയാണ്. എനിക്ക് ഇനിയും അവളെ വീട്ടിൽ സഹിക്കാൻ വയ്യ എന്ന് ആര്യ പറയുമ്പോ ആര്യയുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു ടോക്സിക് പേഴ്സൺ നിന്റെ വീട്ടിലുണ്ടായിരുന്നോ, എങ്കിൽ പിന്നെ നിന്റെ കാര്യം കട്ടപ്പുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയാണ്. ആര്യപ്പ് ചോദിക്കുന്നുണ്ട് അവളെ ഇറക്കി വിടാൻ എന്താണ് ഒരു വഴി, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ആര്യയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ സഹായിക്കാം, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പിടി വീണാൽ ഞങ്ങൾ പെട്ടുപോകും, ഞങ്ങളുടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അവർക്ക് വേറൊരു ടീമുണ്ട്, അവരുടെ അടുത്ത് മയക്കുമരുന്നും ലഹരിയും എല്ലാം ഉണ്ട്, അവർക്ക് എന്തെങ്കിലും കാര്യമായി കൊടുത്താൽ ചിന്നുവിനെ പിന്നെ ആ വീട്ടിൽ കയറാൻ പറ്റാത്ത കണ്ടീഷനിലാക്കി തരും, ആ ചേട്ടന്മാർക്ക് എന്ത് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് ആര്യയുടെ ഫ്രണ്ട് അങ്ങനെ പറയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട് ശരി ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചോദിച്ചിട്ട് പറയെന്ന് ആര്യ അങ്ങനെ പറയുമ്പോ ആര്യയുടെ ആ 2 ഫ്രണ്ട്സ് പറയുന്നുണ്ട് ശരി എന്നാ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവര് പോവുകയാണ്. ആര്യയാണെങ്കിൽ സന്തോഷത്തോടെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ചിന്നുവിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. അതിനുശേഷം അർച്ചന ഓഫീസിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിന്നു ബാക്കിലൂടെ വന്ന് അർച്ചനയുടെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നത്. അർച്ചന അപ്പൊ തന്നെ ആരാ ഇത്, വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ചിന്നു എന്നിട്ട് കൈ മാറ്റുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചിന്നുവിനെ കാണുന്നത് ആ മോളാണോ, നീ എന്താ കോളേജിൽ നിന്ന് വരുവാണോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട് അതെ എനിക്ക് അമ്മയെ കാണണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോ അർച്ചന ചിന്നുവിനെ ഒന്ന് നേരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നീ ഒറ്റ ദിവസം കൊണ്ട് ആകെ ക്ഷീണിച്ചു പോയല്ലോ മോളെ, നിന്റെ അച്ഛനെന്താ നിന്നെ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയെ കുറെ പ്രാവശ്യം വിളിച്ചല്ലോ, എന്താണ് വിളിച്ചിട്ട് കിട്ടാത്തത് എന്ന് ചോദിക്കുകയാണ്. അർച്ചനയും അപ്പൊ പറയുന്നുണ്ട് ഞാൻ നിന്നെയും കുറെ നേരം വിളിച്ചല്ലോ മോളെ, നിന്നെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ കുഞ്ഞമ്മാവനെയും രുക്കു ആന്റിയെയും അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് എന്താണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നില്ലെന്ന് നിന്നോട് ആരാണോ പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു, കൃത്യം 8 മണിക്ക് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി, എത്ര നേരം നിങ്ങളെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു, നിങ്ങളെ വരില്ലെന്ന് അറിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് അർച്ചന പറയുമ്പോ ചിന്നു ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങൾ വരില്ലെന്ന് അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് നീയല്ലേ അനന്തന് മെസ്സേജ് അയച്ചത്, ആ മെസ്സേജ് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു മടങ്ങിയതെന്ന് അർച്ചന പറയുമ്പോ ചിന്നു ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അർച്ചനയും ചിന്നുവും ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.